മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ ഹോസിയ 14:9, The book of Hosea, chapter 14, verse 9. ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിന്റെ വഴികൾ ഋജുവാണ്, നീതിമാൻ അതിലൂടെ ചരിക്കുന്നു, പാപികൾ അവയിൽ കാലിടറി വീഴുന്നു. ഒരിക്കൽ ഒട്ടകവും അതിന്റെ കുഞ്ഞും കൂടി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മേ, ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ എത്ര സുന്ദരന്മാരും സുന്ദരികളുമാണ്. നമ്മളെ മാത്രം എന്താണ് ദൈവം വിരൂപരായി സൃഷ്ടിച്ചിരിക്കുന്നത്? തള്ള ഒട്ടകം അത് കേട്ട് ചിരിച്ചു. അവൾ ചോദിച്ചു, നിനക്കെന്താ കുഞ്ഞെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? നോക്കമ്മേ, വനത്തിലെ ഏത് മൃഗത്തിനുണ്ട് നമ്മുടേതുപോലെ പുറത്തൊരു മുഴ? കുഞ്ഞെ, ഇത് വെറുമൊരു മുഴയല്ല. അനേക ദിവസം മരുഭൂമിയിലൂടെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അലയേണ്ടവരാണ് നമ്മൾ. അങ്ങനെ ദീർഘദൂരം സഞ്ചരിക്കുമ്പോൾ ക്ഷീണം തോന്നാതിരിക്കാൻ ശരീരത്തിൽ ദൈവം ശേഖരിച്ചു വെച്ച കൊഴുപ്പാണ്. ഇതൊട്ടകത്തിന് പുതിയൊരു അറിവായിരുന്നു. അത് വീണ്ടും ചോദിച്ചു, നമുക്ക് എന്തിനാണമ്മേ ഇത്ര മെലിഞ്ഞ് നീണ്ട കോല് പോലുള്ള കാലുകളും വൃത്താകൃതിയിലുള്ള വൃത്തികെട്ട പാദങ്ങളും? അമ്മ പറഞ്ഞു, മോനെ, നമ്മൾ വിശാലമായ മരുഭൂമിയിലൂടെ കിലോമീറ്ററുകളോ നടക്കേണ്ടവരാണെന്ന് പറഞ്ഞല്ലോ. ആ യാത്രയിൽ അതിശക്തിയോടെ മണൽക്കാറ്റാഞ്ഞടിക്കും. അപ്പോൾ കാലുകൾ മണലിൽ പൂണ്ടുപോകാതിരിക്കാനും ഉറപ്പിച്ചു നടക്കുവാനുമാണ് ഈ വലിയ പാദങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നീണ്ട കഴുത്തും വലിയ മൂക്കും ചെറിയ കണ്ണുമൊക്കെ എത്ര മോശമാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒറ്റ മൃഗങ്ങൾക്ക് പോലും ഇതൊന്നുമില്ല. അമ്മ ചിരിച്ചുകൊണ്ട് തുടർന്നു, നീ മറ്റു മൃഗങ്ങളെയല്ല നോക്കേണ്ടത്, അവരുടേതുപോലുള്ള ശരീരഘടനയല്ല നമുക്ക് വേണ്ടത്. ഈ ചെറിയ കണ്ണുകളും നീണ്ട കഴുത്തും എത്ര വിദൂരതയിലുള്ള ശീതള ഛായയെന്നും കാട്ടിത്തരും. മണൽക്കാറ്റ് വീശുമ്പോൾ മുഖമുയർത്തിപ്പിടിച്ചാലും നമ്മുടെ മൂക്കിൽ പൊടിപടലങ്ങൾ കയറാതിരിക്കാനാണ് മറ്റാർക്കുമില്ലാത്ത രീതിയിൽ നമ്മുടെ മൂക്കിനെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചത്. അന്ന് ഒട്ടക കുഞ്ഞ് വളരെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും